കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് കണ്ട ഏറ്റവും നാടകീയമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അർദ്ധരാത്രിയിലെ അറസ്റ്റ്. ഓപ്പറേഷൻ പൂങ്കുഴലി എന്ന് പോലീസ് പേരിട്ട ഈ നീക്കം കേവലം ഒരു ക്രിമിനൽ കേസ് അന്വേഷണം എന്നതിലുപരി വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കും ഭരണപ്രതിപക്ഷ പോരുകൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയെ അർദ്ധരാത്രിയിൽ ഹോട്ടൽ മുറി വളഞ്ഞു പിടിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുമ്പോൾ മറുവശത്ത് ഉയർന്നു വരുന്നത് അതീവ ഗൗരവകരമായ ലൈംഗിക പീഡന ആരോപണങ്ങളാണ്. പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ ഞായറാഴ്ച അർദ്ധരാത്രി അരങ്ങേറിയത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന രംഗങ്ങളായിരുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന 2002 നമ്പർ മുറി ലക്ഷ്യമിട്ടാണ് DYSP മുരളിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം എത്തിയത്. രാത്രി 12:30 പോലീസ് സംഘം ഹോട്ടലിൽ എത്തുകയും ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചുവെച്ച് വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ജാഗ്രത പാലിക്കുകയും ചെയ്തു. ഈ ഓപ്പറേഷന്റെ പ്രത്യേകത അതിന്റെ അതീവ രഹസ്യ സ്വഭാവമായിരുന്നു. പാലക്കാട് SP-ക്കും ഓപ്പറേഷന് നേതൃത്വം നൽകിയ DYSP-ക്കും അല്ലാതെ ജില്ലയിലെ മറ്റു ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരം ഒരു നീക്കത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. വാറന്റോ മുൻകൂട്ടിയുള്ള നോട്ടീസോ നൽകാതെ ഒരു MLA അർദ്ധരാത്രിയിൽ കസ്റ്റഡിയിൽ എടുത്തത് നിയമപരമായ നടപടിയാണോ അതോ സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യമാണോ എന്ന വിമർശനം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനോടകം 2 പീഡന പരാതികൾ നിലവിലുണ്ട്. ആദ്യ കേസുകളിൽ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അറസ്റ്റ് തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഹൈക്കോടതിയും വിചാരണ കോടതിയും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യമോ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവോ നൽകിയിരുന്നു. എന്നാൽ മൂന്നാമതായി എത്തിയ ഇമെയിൽ പരാതിയാണ് പോലീസിന് പെട്ടെന്ന് നീങ്ങാനുള്ള പഴുതു നൽകിയത്. പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ യുവതിയാണ് പരാതിക്കാരി. ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുമ്പത്തെ കേസുകളെക്കാൾ ഗൗരവകരമാണെന്ന് പോലീസ് അവകാശപ്പെടുന്നു. ദീർഘകാലമായി തുടരുന്ന ശാരീരിക പീഡനം, പരാതിക്കാരിൽ നിന്ന് വലിയ തുക കൈക്കലാക്കി, കുട്ടി വേണമെന്ന് നിർബന്ധിക്കുകയും പിന്നീട് ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തു. ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ ഡിജിറ്റൽ തെളിവുകളും DNA തെളിവുകളും തങ്ങളുടെ പക്കലുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ അവകാശവാദം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പോരിന്റെ ഏറ്റവും പുതിയ മുഖമാണ്. പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും ആരോപിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ നാടകമാണെന്നാണ്. രാഹുലിന്റെ രാഷ്ട്രീയമായ വളർച്ചയെ ഭയപ്പെടുന്നവർ കെട്ടിച്ചമച്ച കഥകളാണിതെന്നും അവർ വാദിക്കുന്നു. എന്നാൽ പീഡന പരാതിയിൽ രാഷ്ട്രീയമില്ലെന്നും ഇരയായ സ്ത്രീക്ക് നീതി ലഭിക്കുക എന്നതാണ് പ്രധാനമെന്നും സർക്കാർ നിലപാടെടുക്കുന്നു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നാണ് ഇടത് മുന്നണിയുടെ വാദം. എന്നാൽ അറസ്റ്റിലെ നാടകീയതയും സമയവുമാണ് വലിയ സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. പകൽ സമയത്ത് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടാതെ അർദ്ധരാത്രിയിൽ ഓപ്പറേഷൻ നടത്തിയത് അദ്ദേഹത്തെ അപമാനിക്കാനാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് നിയമപരമായി വലിയ വെല്ലുവിളിയാണ്. മുമ്പത്തെ 2 കേസുകളിൽ നിന്നും വ്യത്യസ്തമായി നിർബന്ധിത ഗർഭഛിദ്രം എന്ന വകുപ്പ് കൂടി വന്നതോടെ ജാമ്യം ലഭിക്കുന്നത് പ്രയാസകരമാകും. രാഹുൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം എന്ന വാദം കോടതിയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചതും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതും ചൂണ്ടിക്കാട്ടി ഈ വാദം പൊളിക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇത് രാഷ്ട്രീയമായ വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാകും. സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലും ഈ വിഷയം വലിയ ചർച്ചയായിട്ടുമുണ്ട്. ഒരു വശത്ത് യുവനേതാവിനെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവകരമായി കാണണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ മറുഭാഗത്ത് ജനാധിപത്യപരമായ മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള പോലീസ് നടപടിയെ വിമർശിക്കുന്നു. രാഷ്ട്രീയ എതിരാളികൾ നിശബ്ദരാക്കാൻ ഇത്തരത്തിലുള്ള കേസുകൾ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. രാഹുലിന്റെ അറസ്റ്റ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയും രാഷ്ട്രീയ ധ്രുവീകരണത്തെയും ബാധിക്കുമെന്നതും ഉറപ്പാണ്. കോൺഗ്രസ് ഈ വിഷയത്തെ തെരുവുകളിൽ നേരിടാൻ തീരുമാനിച്ചതോടെ സംസ്ഥാനത്ത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. മറുവശത്ത് കൂടുതൽ ശക്തമായ തെളിവുകൾ ഹാജരാക്കി രാഹുലിനെ കുടുക്കാനാണ് പോലീസും സർക്കാരും ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ പൂങ്കുഴലി വിജയിച്ചുവെന്ന് പോലീസ് അവകാശപ്പെടുമ്പോഴും ജനാധിപത്യ കേരളം ഉറ്റുനോക്കുന്നത് കോടതിയിലേക്കാണ്. ആരോപണങ്ങളിൽ സത്യമുണ്ടോ അതോ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നത് നിയമപരമായ നടപടികളിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. അർദ്ധരാത്രിയിലെ ഈ അറസ്റ്റ് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ തകർക്കുമോ അതോ അദ്ദേഹത്തിന് അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടാകുമോ എന്നത് കാലം തെളിയിക്കും.